ഹലോ ഹായ്. കുഞ്ഞാറ്റേ കുഞ്ഞാറ്റേ കരിമീൻ കുഞ്ഞാറ്റേ കുഞ്ഞാറ്റേ. കുഞ്ഞാറ്റെ സെറ്റായല്ലോ. സെയിം ടു സെയിം. മീനൂട്ടിയെ മാരി മിന്നുന്നു. അതെ. എന്തൊരു സന്തോഷ. മാറി അവളെ കുറഞ്ഞിട്ടുണ്ട്, എന്നാലും ഉണ്ട്. ഇൻഫെക്ഷൻ മാറി. ചെസ്റ്റ് ഇൻഫെക്ഷൻ ആയിരുന്നു. ചെസ്റ്റ് ഇൻഫെക്ഷൻ. ഇപ്പൊ ജലദോഷ് കുമാർ ഉണ്ടോ? ജലദോഷ് കുമാർ എനിക്ക് ചെറുതായിട്ടുണ്ട്. പക്ഷെ പാടാൻ പറ്റുന്നുണ്ട് അല്ലേ? ഇങ്ങനെ പാടുമ്പം തൊണ്ടയിൽ ഇങ്ങനെ കഫം വരുന്നുണ്ട്. കഫം വരുന്നുണ്ട്. ഇങ്ങനെ തൊണ്ട ഇങ്ങനെ ആരോഗ്യം പിടിച്ച പോലെ ഉണ്ടോ? ആ ഇടയ്ക്ക് ഇടയ്ക്കിടക്ക്. സാരമില്ല കേട്ടോ. ഇന്ന് അത് ഇല്ലാന്ന് വിചാരിച്ചങ്ങ് പാടി. അതെ. ഓക്കെ, അപ്പൊ ഇന്ന് ഏതാണ് പാട്ട്? പ്രണയ സന്ധ്യയൊരു ചെറിയൊരു പാട്ടാണല്ലോ എടുത്തോണ്ട്. ഭയങ്കര ചെറിയ പാട്ടായി പോയി. എന്തൊരു ഡീപ്പാണ് ആ മ്യൂസിക്. ഔസേപ്പച്ചൻ ചേട്ടൻ്റെ വലിയൊരു നമസ്കാരം ഔസേപ്പച്ചൻ ചേട്ടന്. എൻ്റെ ഔസേപ്പച്ചൻ ചേട്ടന് ഇത് നാഷണൽ അവാർഡ് മേടിച്ചു കൊടുത്ത സിനിമയിലെ പാട്ടുകളാണ്. ആ സിനിമയിലെ എല്ലാ പാട്ടുകളും ഒരു രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. എനിക്ക് ശുഭവന്തരാളി അതിലാണ്. അവിടെയാണ് റെക്കോർഡ് ചെയ്തത് ചേച്ചി? അവിടെ ആയിരിക്കും ആ സമയത്ത്. ആ സമയത്ത് ഉണ്ണിച്ചേട്ടൻ്റെ സ്റ്റുഡിയോയിലായിരിക്കും റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവുക, ചെന്നൈയിൽ. യാ ശ്യാമപ്രസാദ് സാറിൻ്റെ ഡയറക്ഷനിലുള്ള സിനിമയാണ്. ബ്യൂട്ടിഫുൾ ഫിലിമാണ്. മമ്മൂട്ടി സാറും മീര ജാസ്മിനും അഭിനയിച്ച സിനിമയാണ്. ആ സിനിമയുടെ പേരാണ് ഒരേ കടൽ അല്ലേ? പക്ഷേ ഒരു സിനിമയിലെ എല്ലാ പാട്ടുകളും ഒരേ രാഗത്തിൽ ചെയ്യുന്ന ആദ്യമായിട്ടായിരിക്കും അല്ലേ? അത് വളരെ വലിയ പ്രത്യേകതയാണ്. അതെ, അത് തിരിച്ചറിഞ്ഞാണ് തീർച്ചയായിട്ടും. അത് ഒട്ടും ഈസി അല്ല. പ്രത്യേകിച്ചും ശുഭവന്തരാളി പോലുള്ള രാഗം, അതിനൊരു റെപ്പറ്റേറ്റീവ് മോഡ് എങ്ങനെയൊക്കെ ട്വീക്ക് ചെയ്താലും വെറൈറ്റി കാണിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട്. അതുപോലെ ഇളയരാജ സാറും അങ്ങനെ ചില പാട്ടുകൾ, ഇപ്പൊ ശിവകര ഡമരുക, അത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ശുഭവന്തരാളിയുടെ റൂട്ടാണ്. പക്ഷെ സി ഹൗ ഹി ഹസ് ഡൺ ഇറ്റ്. അപ്പൊ അതുപോലെയാണ് ഔസേപ്പച്ചൻ ചേട്ടന്റെ ഇന്നോവേഷൻസ് കേട്ടോ. അതാണ് പിന്നാമ്പുറ കഥകൾ. അപ്പൊ ഇനി നമുക്ക് മുന്നിലേക്ക് വരുന്നത് നമ്മുടെ കുഞ്ഞാറ്റ കിളിയുടെ പാട്ടാണ്. റെഡിയാണോ? എങ്ങനെയുണ്ട്? കോൺഫിഡൻസ് അല്ലേ? ആണ്. നമ്മളും കോൺഫിഡന്റ് ആണ്. അതെ. അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് ഈ പെർഫോമൻസിന് വോട്ട് ചെയ്യാട്ടോ. അപ്പൊ എല്ലാരും QR കോഡൊക്കെ സ്കാൻ ചെയ്തിട്ട് വോട്ട് ചെയ്യാ. പാട്ട് നന്നായി പാടാ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. പ്രണയ
മനസ്സോടെ മഴ നനഞ്ഞ ശലഭം പോലെ തിരികെ യാത്രയായി പ്രണയ സന്ധ്യയൊരുവിൻ സൂര്യന്റെ വിരഹമറിയുന്നു വെറുതെ നെഞ്ചിലൊരു വാർത്തിങ്കൾ തിരിയുമെരിയുന്നു പുലർനിലാവിന്റെ മുനയിൽ ചന്ദ്രകാന്തമലിയുന്നു കനവിലായിരം കനകമേഘം കടൽ വരയ്ക്കുന്നുവോ പ്രണയ സന്ധ്യയൊരുവിൻ സൂര്യന്റെ വിരഹമറിയുന്നു വെറുതെ നെഞ്ചിലൊരു വാർത്തിങ്കൾ തിരിയുമെരിയുന്നു കുഞ്ഞാറ്റേ എന്തോ ഒരു 2.5 മാർക്ക് കുറച്ചോ? 98 രണ്ട് കുറച്ചാൽ എത്രയായി? 2 അര കുറയ്ക്കണം. അപ്പൊ ഒരു അരയും കൂടെ കുറച്ചോ? 98.75 97.75 അല്ലേ രണ്ട് കുറച്ചാ 98. 100. ഇനി ഒരു 0.5 കൂടെ കുറയ്ക്ക്. 97.5. അതെ, അപ്പൊ 2 അര കുറയ്ക്കാനാ. 2 പ്രാവശ്യം അര കുറച്ചോണ്ടിരിക്കുക ഇവിടെ നിന്ന്. അപ്പൊ പിന്നെ ഒന്ന് കുറച്ചാ പോരെ? കോംപ്ലിക്കേറ്റഡ് ആവുന്നത്. ഭയങ്കര ബുദ്ധിയുള്ള 2 ആൾക്കാരോ? അപ്പൊ കണക്ക് തെറ്റിക്കുന്ന നമ്മുടെ കുഞ്ഞാറ്റയ്ക്ക് ഇന്ന് എത്രയാണ്? 97.5. അപ്പൊ കുഞ്ഞാറ്റ തന്നെ അനൗൺസ് ചെയ്തോ? ഇന്ന് കുഞ്ഞാറ്റക്കുട്ടിക്ക് കിട്ടുന്ന മാർക്ക് അത് ഭയങ്കര ലോലമായി പോയി. ഇന്ന് കുഞ്ഞാറ്റക്കുട്ടിക്ക് കിട്ടുന്ന മാർക്ക് പോരാ ഇന്ന് കുഞ്ഞാറ്റക്കുട്ടിക്ക് കിട്ടുന്ന മാർക്ക് 97. പോരാ സ്വന്തമായിട്ട് കുഞ്ഞാറ്റക്കുട്ടി 97.5. ഒരു കാര്യം പറയാനുണ്ട് കേട്ടോ. എന്താ? ഇന്ന് എന്റെ പാട്ട് കാണാനായിട്ട് എന്റെ മാമനും മാമിയും വന്നിട്ടുണ്ട്. ഹായ് മാമൻ മാമി. ഹലോ. മാമൻ നന്നായി പാടും. ആണോ? അപ്പൊ മാമന്റെ പാട്ട് കേട്ടാലോ? ഒരു ലൈൻ. മുത്തുമണിത്തൂവൽ തരാ അല്ലിത്തളിരാടതരാ മുത്തുമണിത്തൂവൽ തരാ അല്ലിത്തളിരാടതരാ നറുപൂവിതളിൽ മധുരം പകരാ ചെറുപൂങ്കാറ്റാ മെല്ലിത്താരാത്ത എൻ കനവിലുറങ്ങും പനിനീർക്കുരുവികളെ മുത്തുമണിത്തൂവൽ തരാ അല്ലിത്തളിരാടതരാ. ചുമ്മാ കേട്ടോ നമ്മുടെ കുഞ്ഞാറ്റ ഇങ്ങനെ പാടുന്നത്. അമ്മയുടെ നിന്നും അമ്മാവന്റെ നിന്നും അച്ഛന്റെ നിന്നും എല്ലാരുടെ അടുത്തുനിന്നുള്ള കഴിവ് വാരിക്കോരി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ചേട്ടാ ചേച്ചി താങ്ക് യു വന്നതിന്. കുഞ്ഞാറ്റക്കിളി ബൈ ബൈ. ബൈ. പോയി കിടന്ന് ഉറങ്ങും കൂട്ടി. ബൈ ബൈ.